ശ്രീ വി എം മാണിമേൽ. ലീഗിനെ അകാരണമായി ആക്രമിച്ച വിഷയം ഉണ്ടെന്ന് എനിക്ക് പറയുന്നത് ഇടപെടലിക്ക് നിവൃത്തിയില്ല. ബഹുമാനപ്പെട്ട വക്കീൽ ജിയെ ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, അദ്ദേഹത്തിന്റെ വയസ്സിനെ ബഹുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ ഞാൻ അവഗണിക്കുകയാണ്. ഒരു സംഘടനയെ വിലയിരുത്തേണ്ടത് അതിന്റെ ഭരണഘടനയും പ്രവർത്തനവും കൊണ്ടാണ്. ചരിത്രത്തിൽ ഒരിക്കൽ പോലും വിദ്വേഷ പ്രകടനങ്ങളോ വിദ്വേഷ മുദ്രാവാക്യങ്ങളോ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളോ ഇല്ലാത്തൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന് വ്യക്തമായ തെളിവുകളുടെ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറിനെ പാർലമെന്റിലേക്ക് അയച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മാത്രമല്ല, ജന്മം കൊണ്ട് ഒരു ക്രിസ്ത്യാനി പോലും ഇല്ലാത്ത തിരുവങ്ങാടിയിൽ വൻ ഭൂരിഭാഗത്തോട് ആന്റണിയെ നിയമസഭയിലേക്ക് അയച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അപ്പം ഒരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോ ന്യായബോധത്തോട് സംസാരിക്കേണ്ടതുണ്ട്. അങ്ങനെ ക്ഷേത്ര നടയിൽ തൂക്കിക്കൊല്ലുമെന്ന മുദ്രാവാക്യമൊന്നും ഒരു മുസ്ലിംകാരൻ വിളിക്കാൻ കഴിയില്ല. അങ്ങനെ വിളിച്ചാൽ പാർട്ടിയിലുണ്ടാകില്ല. അറിയോ നിങ്ങൾ, ബാബരി പള്ളി തകർക്കപ്പെട്ടപ്പോ ചില കേന്ദ്രങ്ങൾ ബാബരി പള്ളി തകർത്തത് ഇന്ത്യയിൽ ഹിന്ദുക്കളാണെന്ന് പ്രകടനം നടത്തിയപ്പോൾ മഹാനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അറബിയിൽ ലേഖനം എഴുതി ബാബരി പള്ളി ഹിന്ദുക്കളല്ല, ഹിന്ദു വർഗീയവാദികളായ തീവ്രവാദികളാണെന്ന്. അതുകൊണ്ട് ഒരു ഹൈന്ദവന് പോലും ജോലി നഷ്ടപ്പെടാൻ പാടില്ല എന്ന് രേഖാമൂല്യം എഴുതി കൊടുത്ത പാർട്ടിയുടെ അനുയായിയാണ് ഞാൻ. മാത്രമാണോ, ഇന്ത്യ നമ്മുടെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏകാധിപത്യ രാഷ്ട്രമായ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എല്ലാ മതങ്ങൾക്കും പ്രാർത്ഥിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാൻ അനുമതി ലഭിക്കണമെന്ന് പറഞ്ഞ പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അനുയായികളാണ് മുസ്ലിം ലീഗിന്റെ ആളുകൾ. ചരിത്രത്തിൽ ഒരിടത്തും നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ തീവ്രവാദത്തിന്റെ പേരിലോ വർഗീയതയുടെ പേരിലോ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഞങ്ങൾ വർഗീയവാദികളല്ലാത്തതിന്റെ പേരിൽ, ഞങ്ങൾ തീവ്രവാദികളല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് മഹാരഥന്മാർ ഈ പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. അറിയോ നിങ്ങൾ? ആരോടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ ഇപ്പോൾ ഇത് ഞാൻ പറയാണ്, ഞാൻ നിങ്ങളെ ഒരു ദിവസം നിങ്ങൾ ചർച്ച മുസ്ലിം ലീഗിന്റെ വർഗീയതയെ കുറിച്ച്, തീവ്രവാദത്തെ കുറിച്ച് ഉറപ്പായിട്ടും വയ്ക്കാം. എല്ലാ കക്ഷികളുടെയും തീവ്രവാദത്തെ കുറിച്ചും വർഗീയതയെ കുറിച്ചും ചർച്ച ചെയ്യണം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 40 സീറ്റിൽ മത്സരിക്കാം. എവിടെയാ സമ്മർദ്ദമുള്ളത്? 23 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നുള്ളൂ. സമ്മർദ്ദമാണോ അത്? ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് 4 or 5 MP ഉണ്ടാവണം. ഞങ്ങൾ ഞങ്ങൾ സമ്മർദ്ദ രാഷ്ട്രീയത്തിന്റെ ആളുകളല്ല. നമ്മൾ സമ്മർദ്ദം കൊണ്ട് ആളുകളെ കീഴ്പ്പെടുത്തുന്നവരല്ല. ഞങ്ങൾ ജാതീയത പറയുന്നവരല്ല. ഞങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളെ സ്വാധീനം വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നവരോ അധികാരത്തിൽ കയറുന്നവരുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എവിടെയാണോ മുസ്ലിം ലീഗ് ശക്തി അവിടെ ഒന്നും വർഗീയതയില്ല, തീവ്രവാദമില്ല. എവിടെയാണോ നമ്മുടെ കേരളത്തിൽ പോലും മുസ്ലിം ലീഗ് ശക്തമല്ലാത്ത യൂണിറ്റും ശക്തമല്ലാത്തത്, അവിടെ നിങ്ങൾക്ക് വർഗീയത കാണാം, തീവ്രവാദം കാണാം. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനമാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. ആ പരിഗണന വരേണ്ടത് ഞങ്ങളിലൂടെയാണ്, പ്രവർത്തനങ്ങളിലൂടെയാണ്, നേതാക്കളിലൂടെയാണ്. ഒരു വിധത്തിൽ നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ മോശമായി ചിത്രിക്കാൻ കഴിയില്ല.